ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി പുളിയിഞ്ചി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ദെൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. മൂടി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് പിന്നെയും നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. ദെൻ അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുക. ദെൻ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ശർക്കരയാണ്. ശർക്കരയും കൂടി ഇട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കാൻ നോക്കുക. അപ്പം നമ്മുടെ ഈ സ്വാദിഷ്ടമായ പുളിയിഞ്ചി ഇതാ ഏകദേശം റെഡിയായി കഴിഞ്ഞു. കുറുക്കിയെടുത്ത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക. ദെൻ നമ്മുടെ സ്വാദിഷ്ടമായ പുളിയിഞ്ചി ഇതാ തയ്യാർ. അപ്പോൾ നമ്മൾ സദ്യക്ക് ചോറിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ് കേട്ടോ.